ഹായ് ഹലോ എല്ലാവർക്കും മല്ലു ടോക്സ് ആർസണലിലേക്ക് സ്വാഗതം. മല്ലു ടോക്സ് ആർസണലിന്റെ ഒരു ലണ്ടൻ പോഡ്കാസ്റ്റ് ആണ് ഇന്ന് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മളോട് കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ചെൽസിക്കാരൻ എസ് കെ ബ്രോ ഉണ്ട്, ആൻഡ് നമ്മുടെ മല്ലു ഫുട്ബോൾ യൂണിവേഴ്സിലെ സലീഷ് ബ്രോ ഉണ്ട്. നമസ്കാരം ബ്രോസ്. വെറും ജ്യൂസാണേ, തെറ്റിദ്ധരിക്കരുത്. അതെ ഇത് എല്ലാ പ്രായക്കാരും കാണുന്ന ഒരു ചാനലാണ്. വെറും ജ്യൂസാ, സ്ക്വാഷ് മിക്സ് ചെയ്തിട്ട് സാധനം. സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാതെ. എന്തൊക്കെയുണ്ട് ഗൈസ്? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമാണ്. ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഇനി ഒരു ദുരന്തം കളി കാണണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിന്റെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിപ്പോ എന്താ പറയാല്ലേ, ചെൽസി ആണെങ്കിലും ആർസണലാണെങ്കിലും ടോട്ടനം ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മള് തുല്യ ദുഃഖിതരാണ്. നമ്മുടെ 3 ക്ലബിന്റെ, ആർസണലിന്റെ വിഷമം ഇവിടെ നിന്ന്, ഞങ്ങളുടെ വിഷമം ഇവിടെ നിന്ന്, ടോട്ടനമിന്റെ വിഷമം ഇവിടെ നിന്ന്, പല തട്ടിലായിട്ട് വിഷമിച്ചിരിക്കും, പല തരത്തിലുള്ള വിഷമം. അതെ, അപ്പം ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. അപ്പൊ അതുകൊണ്ടൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് പ്രീമിയർ ലീഗ് ഫുട്ബോൾ എല്ലാത്തിനും. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലണ്ടൻ പോഡ്കാസ്റ്റ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഞാനൊന്ന് കാരബാവ് ഫൈനലിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചിട്ട് തുടങ്ങാന്ന് ചോദിച്ചു. കാരണം ജസ്റ്റ് ഒന്ന് ഡിസ്കസ്. കാരണം ന്യൂ കാസൽ വേഴ്സസ് ലിവർപൂൾ ഒട്ടും നമ്മൾ പ്രതീക്ഷയില്ല ലിവർപൂൾ അത് എടുക്കുന്ന തന്നെ, ട്രോഫി അടിക്കുന്ന തന്നെ വിചാരിച്ചു. ബട്ട് ന്യൂ കാസിൽ ശരിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ട്രോഫി തന്നെയായിരുന്നു അല്ലെ? ന്യൂ കാസലിന്റെ ആ ഒരു റണ്ണ് നോക്കിയാലും ഫൈനൽ പെർഫോമൻസസും എല്ലാം കൂടെ നോക്കിയാൽ എന്താണ് ബ്രോ പറയാ ആ ഒരു മാച്ച് കണ്ടിട്ട് തോന്നിയത്? ഞാൻ ആ മാച്ച് കണ്ടില്ലായിരുന്നു. ഇൻഫാക്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ്. ഞാനിപ്പോ ആകെ കൂടെ ഇന്റർനാഷണൽ ഫുട്ബോൾ മാത്രമാണ് ഉഷാറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ മാച്ച് മൊത്തത്തിൽ കണ്ടൊന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ കളിയുടെ ഒരു അനാലിസിസും കാര്യങ്ങളും വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മേ ബി ന്യൂ കാസൽ വാസ് എ ബെറ്റർ ടീം ഓൺ ദ ഫൈനൽ ആൻഡ് ഓൺ ദ ഗിവൺ ഡേ എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ടാക്ടിക്കൽ അനാലിസിസ് നമ്മുടെ അത്ലറ്റിക് അവരുടെ പോഡ്കാസ്റ്റിൽ മറ്റേ പറയുകയുണ്ടായിരുന്നു. ഹൗ ജോലിംഗ്ടന്റെ റോൾ ഫോർ ഈ പറയുന്ന പോലെ ന്യൂ കാസൽ കൈൻഡ് ഓഫ് ചേഞ്ച് ദ ടാക്ടിക്സ് എന്നുള്ളത്. പിന്നെ ഐ തിങ്ക് എന്നെ സംബന്ധിച്ച് ദ ഡിബേറ്റ് ഓഫ് മുഹമ്മദ് സാല വേഴ്സസ് എനി അതർ പ്ലെയർ, ഐ തിങ്ക് മുഹമ്മദ് സാല ഇസ് എ ഫാന്റാസ്റ്റിക് പ്ലെയർ, നോ ഡൗട്ട്, റെക്കോർഡ് ബ്രേക്കർ. പക്ഷെ ഐ ഹാവ് സീരിയസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹിം ഓൺ ബിഗ് ഗെയിംസ്. ബിഗ് ഗെയിംസിൽ പുള്ളിക്കാരൻ ഹി ഗോസ് ആബ്സെന്റ്. ചില സിറ്റുവേഷനിൽ ഹി ഗോസ് ആബ്സെന്റ്. നമ്മൾ ഈ ഒരു ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മുഹമ്മദ് സാലിന് കിട്ടുന്നില്ല. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഗൈൻ വീണ്ടും ടിഫോ ഫുട്ബോൾ അല്ലേ ഇപ്പൊ അവരുടെ അത്ലറ്റിക്കിന്റെ പോഡ്കാസ്റ്റിൽ അവർ പറഞ്ഞത്, ഈസ് മുഹമ്മദ് സാല ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ. അവർ അനലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുഹമ്മദ് സാല ടോപ്പ് 5 പോലും ഇല്ല. അപ്പൊ അതില് അവര് നോക്കിയ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരടിച്ച ഗോളിന്റെ പേരിൽ ഒരു ഡ്രോയോ ഒരു ജയമോ, മനസ്സിലായി. അതാണ് ഇൻഫ്ലുവൻസ്. പിന്നെ പോരാത്തതിന് പെനൽറ്റിയും കൂടെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര, അതില് പെനൽറ്റിയും കൂടെ മാറ്റണം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് അലക്സാണ്ടർ ഐസക്കും ഓലി വാട്കിൻസും ആണ് അവരുടെ അനാലിസിസിൽ കണ്ടത്. അപ്പൊ ഞാനും ആലോചിച്ചു എങ്ങനെയാണ് നമ്മളൊരു പ്ലെയറിനെ നമ്മൾ അനലൈസ് ചെയ്യണമെന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് വെരി ട്രൂ ഓഫ് സാല. ഐ മീൻ ഫോർ ഓൾ ദ ഗോൾസ് ദാറ്റ് ഹി സ്കോർ ഫോർ ഐ മീൻ പുള്ളിക്കാരനെ ഇപ്പൊ ലിവർപൂളിൽ നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഡെഫിനറ്റ്ലി മൂവിംഗ് ആസ് എ ലിവർപൂൾ ലെജൻഡ് ബിക്കോസ് ഈ സീസൺ ഇസ് ഇൻക്രെഡിബിൾ. ബട്ട് അൾട്ടിമേറ്റ്ലി വെൻ ഇറ്റ് കംസ് ടു ബിഗ് ഗെയിംസ് ഹി ജസ്റ്റ് ഗോസ് മിസ്സിംഗ് അറ്റ് ടൈംസ്. അത് എല്ലാ പ്ലേയേഴ്സിനുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ മുഹമ്മദ് സാല എസ്പെഷ്യലി ഇപ്പോഴത്തെ ടൈമിൽ പീക്കിൽ നിൽക്കുകയാണ് മുഹമ്മദ് സാല. ഇറ്റ്സ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ഇനി ആ ഒരു സമയത്ത് ഹി ഗോസ് മിസ്സിംഗ്. അപ്പൊ അതൊരു കാര്യമാണ്. പക്ഷെ ഓവറോൾ ഐ തിങ്ക് എഡി ഹൗ ആഫ്റ്റർ 90 years ന്യൂ കാസൽ വിൻസ് 70 years എന്തോ ന്യൂ കാസൽ വിൻസ് എ ടൈറ്റിൽ വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ്. ബട്ട് അഗൈൻ ക്വസ്റ്റ്യൻസ് ഓൺ ആർനെ സ്ലോട്ട്സ് ടാക്ടിക്സ്, ക്വസ്റ്റ്യൻ ഓൺ വെദർ ഇതൊരു അടുത്ത സീസൺ ആർനെ സ്ലോട്ടിന്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ഈ ഒരു സീസൺ വാസ് ഇറ്റ് യൂർഗൻ ക്ലോപ്സിന്റെ ക്യാരി ഓവർ, യൂർഗൻ ക്ലോപ്പിന്റെ ഒരു ക്യാരി ഓവർ സീസൺ ആണോ ഇത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പെർഫോമൻസ് ലിവർപൂളിന്റെ അത്രയ്ക്ക് അടിപൊളി പെർഫോമൻസസ് അല്ല. അപ്പോ അടുത്ത സീസൺ എന്താവുന്നുള്ളതാണ്. പക്ഷെ ഈ സീസൺ എനിവേ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഇസ് ദെയർ. ബട്ട് ക്വാർട്ടർപൂളിലൊക്കെ പോയിട്ട് അവസാനം ഇപ്പോ പ്രീമിയർ ലീഗ് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആർനെ സ്ലോട്ടിൽ ഉള്ളത്. പക്ഷെ അറ്റ്ലീസ്റ്റ് താങ്ക്ഫുള്ളി ദേ ഹാവ് ദെയർ. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. എനിവേ പുള്ളി ഓവർ അച്ചീവ് ചെയ്തു ഞാൻ പറയുള്ളൂ.
ഫോർ ദാറ്റ് ആ ഒരു നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാതെ തന്നെ ഫസ്റ്റ് സീസണിൽ വന്നിട്ട് പ്രീമിയർ ലീഗ് ജയിച്ചു. സോ ദാറ്റ് വാസ് എ സർപ്രൈസിങ് തിങ്. അപ്പം അഗൈൻ സലീഷ് കമ്മിങ് ടു സലീഷ് ബ്രോ, ന്യൂകാസിൽ ഗെയിം നിങ്ങൾ ലിവർപൂളായിട്ട് നിങ്ങൾ സെമി ഫൈനൽ കഴിഞ്ഞിട്ടാണ് ലിവർപൂൾ വന്നത്. അപ്പോ ഇഫ് ടോട്ടനാം ആയിരുന്നു ഫൈനലിലെങ്കിൽ ഇസ് ദെയർ എ ചാൻസ് ദാറ്റ് യു ഗൈസ് കുഡ് ഹാവ്? ഇപ്പൊ ന്യൂകാസിലിന്റെ അന്നത്തെ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഗോയ്മറസ് ആൻഡ് ജോ ലിണ്ടൺ അവര് ഗ്രാവൻബർച്ചിനെയും മെക്കാലിസ്റ്ററെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ഡോമിനേറ്റഡ്. അവര് ഫിസിക്കലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എഡി ഹൗക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അവര് ഗുണ്ടകളെ ഇറക്കിയാണ് ഇതൊരു ഗുണ്ടാസംഘത്തിനെ ഇറക്കാം അതുപോലെ. സത്യം പറഞ്ഞാൽ അവര് മുമ്പൊരു മത്സരത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ലിവർപൂളിനെ ഇതേപോലെ തന്നെ ക്ലോപ്പിന്റെ കീഴിൽ കളിക്കുന്ന സമയത്ത് ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്ത് അവർ 1-0 തോപ്പിച്ചിട്ടുണ്ട്. ഇതേ കളി, അതായത് ലിവർപൂളിനെ ഫൗൾ ചെയ്യുക, മാക്സിമം ഫൗൾ ചെയ്യുക, അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേന്ന് പറയുന്നത് പിന്നെ എസ് കെ ബ്രോ പറഞ്ഞ പോലെ തന്നെ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് 90 മിനിറ്റ്സ് സ്ഥലം കളിച്ചിട്ട് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. പക്ഷെ പുള്ളിനെ പൂട്ടിയ സ്ഥിതിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജോട്ട ഫയർ ചെയ്യും അല്ലെങ്കിൽ ലൂയിസ് ഡിയാസ് ഫയർ ചെയ്യും. അവർ അതിനേക്കാളും മോശമായിരുന്നു. ഇഞ്ചുറി കഴിഞ്ഞ് വന്നതിന് ശേഷം ജോട്ടയുടെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പഴയ പ്ലെയറേ അല്ല. പണ്ട് നമ്മൾ കണ്ടിട്ട് ഉള്ള ഒരു പ്ലെയറിന്റെ ഒരു 10% പോലും ജോട്ട കളിക്കുന്നില്ല. അപ്പൊ ഇവിടുന്നാണ് ഗോൾ വരുന്നത്. അല്ലെങ്കിൽ ഈ ഇമ്പാക്ട് സബ് ആയിട്ട് വന്ന ആരെങ്കിലും ഇപ്പൊ ഗ്യാപ്കോ വന്നിട്ടോ അല്ലെങ്കിൽ ന്യൂനസ് വന്നിട്ടോ അവസാനം അടിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ സോട്ടിന്റെ കയ്യിലുള്ളൂ. അപ്പൊ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ലിവറമെന്റോ പുഷപ്പ് ചെയ്യുന്നു. അവിടെ എന്താ പറയുന്നത്, നല്ല ഫോം കളിക്കുന്ന പ്ലേയേഴ്സ് ഫ്രണ്ടിലുണ്ട്. ഇസാക്കിന്റെ ഫോം ഞാൻ പ്രത്യേകിച്ച് പറയില്ല. അവർ 2 പ്രാവശ്യം സ്കോർ ചെയ്തു, 1 ഓഫ് സൈഡ് ഗോളായിരുന്നു. പിന്നെ അടിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോഴേ നമുക്കറിയായിരുന്നു പുള്ളിയുടെ കയ്യിൽ ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അടിക്കും, അതുപോലെ സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കൊന്ന് ഡിസേർവ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ്. ലിവർപൂൾ PSG-ക്കെതിരെയുള്ള കളിയിൽ പെനൽറ്റിയിൽ പുറത്തായി, അതിനുശേഷം ഇതിലേക്ക് വരുമ്പോൾ മറ്റൊരു സെറ്റ് ബാക്ക്. എനിക്ക് തോന്നുന്നു അവരുടെ സീസൺ ഏതാണ്ട് ഇപ്പോ നിങ്ങൾ ഫോമിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സിറ്റി ഒക്കെ ഫോമിലായിരുന്നെങ്കിൽ ചിലപ്പോൾ സിറ്റിക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം അവര് നന്നായിട്ട് താഴോട്ട് പോയി, അവരെ സീസൺ ഏതാണ്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം പ്ലേയേഴ്സ് ഒക്കെ ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നില്ല പണ്ടത്തെ പോലെ. പണ്ട് ലിവർപൂളിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ അത് ഹോം കളിക്കുന്ന സമയത്തൊക്കെ ഉള്ള റെസ്പോൺസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. ഇതൊക്കെ ഒരു ഫാക്ടറായിട്ട് മാറാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ക്വാഡ് റൊട്ടേഷൻ ആണ്. ഇപ്പോ സ്ലോട്ടിന് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒരു 5-6 പ്ലെയർ ഉണ്ട്. എസ്പെഷ്യലി ഗാവൻബർച്ചിനെയും മെക്കാലിസ്റ്ററിനെ എടുത്ത് പണിയെടുപ്പിക്കുകയാണ്. എല്ലാ മാച്ചിലും അവർ കളിക്കും, 90 മിനിറ്റ്സ് അല്ലെങ്കിൽ 80 മിനിറ്റ്സ് കളിക്കും. ഇപ്പൊ മോസല ഉണ്ടാവും. ഇപ്പൊ ബാക്കിയുള്ള ഇത് ന്യൂനസ് എന്നൊക്കെ പറഞ്ഞ അവസാനത്തെ ഒരു 10 മിനിറ്റ്, പെയിലേറ്റ് ഒരു 10 മിനിറ്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ. അതിന് പകരം ഒരു ഫുൾ സ്ക്വാഡ് റൊട്ടേഷൻ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ചെയ്യാത്തതിന്റെ കാര്യം ഒന്നിക്കൽ പുള്ളി ട്രസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവർ ഈ പ്രൈമറി 11, അതായത് വാൻഡേക്കും കൊണാട്ടയ്ക്കും അടങ്ങുന്ന പ്രൈമറി 11 സോളിഡ് ആണ്. അവിടുന്ന് ഒരു 4 പ്ലെയർ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ലിവർപൂൾ എന്ന് പറയുന്നത് അത്ര സോളിഡ് ആയിട്ടുള്ള ടീമൊന്നുമല്ല. പിന്നെന്ന് പറയുന്നത് ഈ ലാസ്റ്റ് മിനിറ്റ് കിട്ടുന്ന 1-2 ഗോൾസിലാണ് അവർ പിടിച്ചിരുന്നത്. അത് വരാതായതോടെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഡെഫിനറ്റ്ലി. ഇപ്പം ഞാൻ ആ മാച്ച് കണ്ടു. അപ്പം എനിക്ക് ശരിക്കും മാഡ് റെസ്പെക്ട് ടു എഡി ഹൗവിനോട് അത്ര ഒരു, കാരണം നമ്മുടെ ന്യൂകാസിന്റെ ഒരു ഗോൾഡൻ പീരീഡിലായിരുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു അലൻ ഷെയറർ ഒക്കെ കളിച്ച ആ ഒരു പീരീഡ്. അന്ന് പോലും അവരൊരു ട്രോഫി അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് ദെൻ നൗ ആഫ്റ്റർ 70 years they have got a trophy. It's a massive thing. അപ്പം കൺഗ്രാറ്റുലേഷൻസ് ടു എഡി ഹൗ. എടുത്തു പറയാനായിട്ടാണ് ഇസാക്കിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ മിഡ്ഫീൽഡ് എഡി ഹൗവിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അറിയാം അവരുടെ മിഡ്ഫീൽഡ് എപ്പോഴും വളരെ സ്ട്രോങ് ആണ്. നമുക്ക് ഒരിക്കലും മുട്ടി നിൽക്കണമെങ്കിൽ ആ ലെവൽ ഓഫ് ഫിസിക്കാലിറ്റി നമ്മൾ മുട്ടി നിൽക്കേണ്ടി വരും. അപ്പം അത് അങ്ങനത്തെ ഒരു ടീമിനെയാണ് പൊതുവെ എഡി ഹൗ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിവേ കൺഗ്രാറ്റ്സ് ദം. ലിവർപൂളിനെ നോക്കുവാണെങ്കിൽ നമ്മളെല്ലാരും കരുതി ലിവർപൂൾ ജയിക്കും. എസ്പെഷ്യലി ഞാൻ എന്താ പറയുക, സാല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വൺ ഓഫ് ദി ഗ്രേറ്റ്സ്, അല്ലെ പ്രീമിയർ ലീഗ് ഗ്രേറ്റ്സ് എന്ന് പറയുന്നത് എന്റെ, കാരണം ഈസ് വെരി ക്ലിനിക്കൽ. ഒരു ടീം എത്ര ഇതാണ് പോവാണെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അത് ചാൻസ് കൺവേർട്ട് ചെയ്യാൻ 95% പ്രോബബിലിറ്റി ഉള്ളത് സലയ്ക്കാണ്. ബട്ട് ഈ ഗെയിമിലേക്ക് വന്നപ്പോഴത്തേക്കും സല അത്ര അധികം അങ്ങോട്ട് ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുൾ ആയില്ല. ബട്ട് ദെൻ
എന്താ പറയാ, ഇറ്റ്സ് എ കാരബോ കപ്പ് ഫൈനൽ എന്ന് നമുക്ക് പറയാം. ബട്ട് അതേപോലെ പക്ഷെ പുള്ളി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒരു പെനൽറ്റി പറഞ്ഞ ഒരു സ്പേഴ്സിനെതിരായിരുന്നു ആ മാച്ച്. അതിനകത്തൊരു ക്രൂഷ്യൽ പെനൽറ്റി പുള്ളി ആ ഫസ്റ്റ് ഗോൾ നേടി, അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചപ്പം ഇൻഫ്ലുവൻഷ്യൽ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുള്ളി അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം സല ഈസ് വൺ ഓഫ് ദ പ്രീമിയർ ലീഗ് ഗ്രേറ്റ് പ്ലേയേഴ്സ് എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായം ഉണ്ട്. വൺ ഓഫ് ദി ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 6 എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ബട്ട് again നമ്മൾ ആ ഒരു മൈക്രോ മാനേജ് ആയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും അതിനകത്ത് ഈ എന്താ പ്രശ്നം അറിയോ, നമ്മള് certain players etch their എന്താ നെയിംസ് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ. ഇപ്പൊ ഡിഡിയർ ഡ്രോഗ്ബയുടെ പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ദാറ്റ് ഗോൾ അഗൈൻസ്റ്റ് ബയൺ മ്യൂണിക്, ദാറ്റ് ഹെഡർ. That's what makes somebody really special. ഒരു moment. It could be luck, it could be Zinedine Zidane left footed cross, Juventusനെതിരെ റൊണാൾഡോന്റെ ഓവർഹെഡ് കിക്ക്, ഗാരത്ത് ബെയിലിന്റെ ആ റൺ അഗൈൻസ്റ്റ് ബാർസലോണ ആയിരുന്നു തോന്നുന്നു, ആ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ മറ്റേ റൗണ്ട് അടിച്ചിട്ട്. സോ ദർ ആർ ദോസ് സർട്ടൻ മൊമെന്റ്സ് പറയുന്ന പോലെ. അപ്പൊ മുഹമ്മദ് സല ഐ തിങ്ക് ഹിസ് അഗൈൻ ഇപ്പോ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും സാല വിൽ ഡെഫിനറ്റ്ലി ബി ദെയർ ഇൻ ദ ലിസ്റ്റ് ഓഫ് ടോപ്പ് പ്ലേയേഴ്സ് എവർ പ്ലേഡ് ഫോർ പ്രീമിയർ ലീഗ് എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്ന പോലെ നമ്മള് ഒരു ബയസ് ആവാൻ വേണ്ടിയായിട്ട് ആ ഒരു മൊമെന്റോ സാലേന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ഹാപ്പിയാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇവർ ഈ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഔട്ടായ സമയത്ത് അല്ലെങ്കിൽ അവിടെ ഒരു സമയത്തൊരു മുഹമ്മദ് സാലയുടെ ഒരു ബ്രില്യൻസിൽ ഒരു ഇൻഡിവിജ്വൽ ഗോൾ വരികയോ അല്ലെങ്കിൽ ന്യൂ കാസലിനെതിരെ ഒരു ഇൻഡിവിജ്വൽ ഗോൾ അങ്ങനെയൊക്കെ ഒരു സാധനം വരികയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അതാണ് ഓഡിയൻസിനുള്ള ഒരു ബയസ്. ഓഡിയൻസ് ഈ ഇടയ്ക്ക് ആരോ പറയുകയും ചെയ്തു, അതായത് ഡിഡിയർ ഡ്രോഗ്ബേനെക്കാളും കൂടുതൽ ഗോൾസ് ഉള്ള വേറൊരു സ്ട്രൈക്കർ ഉണ്ട്, റോമുലു ലുക്കാക്കു. So does that make Romelu Lukaku the better striker than Didier Drogba? അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ചിരി തന്നെ വരുന്നു. ഇപ്പൊ Zinedine Zidane തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ നോട്ട് ഫാന്റാസ്റ്റിക്. പുള്ളിക്കാരന്റെ ഗോൾസ് ആൻഡ് അസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ ഈ കാലത്തെ സീസൺ പോലെയുള്ള ഫാന്റാസ്റ്റിക് അല്ല. ബട്ട് ഡസ് ഇറ്റ് മീൻ ഹീസ് ഇൻഫ്ലുവൻഷ്യൽ? ഒന്നും വേണ്ട, ഫ്രാൻസ് വേഴ്സസ് ബ്രസീൽ വേൾഡ് കപ്പ് ഫൈനൽ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വാട്ട് ഇൻഫ്ലുവൻസസ്. അപ്പൊ മുഹമ്മദ് സാലയെ സംബന്ധിച്ച് മേ ബി വി ആർ എ ബിറ്റ് ബയസ്ഡ്, അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടെ ഓവർ, സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ എപ്പോഴും ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു കാണുന്ന പോലെ മേ ബി ആൻ ഓവർ എക്സ്പെക്ടേഷൻ. അതാണോ ഒരു ഫാക്ടർ എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്. ബട്ട് എനിക്ക് തോന്നിയ സല കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു പ്ലെയർ ആയിരുന്നു പ്രീമിയർ ലീഗിൽ. ഇപ്പൊ ഇത്ര 2017 തൊട്ട് ഇപ്പം നോക്കുവാണെങ്കിൽ തന്നെ പുള്ളി വളരെയധികം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത. പിന്നെ ഈജിപ്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു ട്രോഫി അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? എന്തെങ്കിലും ട്രോഫി വന്നിട്ടുണ്ടോ? മറ്റേ ഈജിപ്തിനെ കുറിച്ച് മറ്റേ സലാനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല, കാരണം ടീം തന്നെ അത്രയ്ക്ക് വലിയ ശക്തമായുള്ള ഒരു ടീം അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആഫ്കോണോ ഏതോ ഫൈനൽ അവർ കളിച്ചിട്ടില്ല, ഏതോ ഒരു ഫൈനൽ അവർ കളിച്ചു എന്നുള്ളൊരു ഓർമ്മ എനിക്കറിയില്ല, ഞാൻ ഫോളോ ചെയ്യാറില്ല, അതുകൊണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു മാച്ച് ന്യൂകാസിൽ ലിവർപൂളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയെന്നുള്ളൂ. ബിക്കോസ് നമുക്ക് ഇനിയിപ്പം നമ്മുടെ കഥകളിലേക്ക് വരാം അല്ലെ, നമ്മുടെ സ്വന്തം കഥകളിലേക്ക് വരാം. നോർത്ത് ലണ്ടന്റെ വൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. യെസ്, ടോട്ടനം ഹോട്ട്സ്പർ. അപ്പം അറ്റ് ദ മൊമെന്റ് ഒട്ടും നല്ലൊരു പൊസിഷനിലല്ല പ്രീമിയർ ലീഗിലാണെങ്കിലും ട്രോഫീസിലാണെങ്കിൽ. ദെൻ കറന്റ്ലി യൂറോപ്പ ലീഗ് മാത്രമാണ് പിന്നെയുള്ളൊരു ഒരേ ഒരു അവരുടെ സീസൺ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്പ ലീഗ് ജയിക്കുക എന്നുള്ളതാണ്. ആരായിട്ടാണ് നിങ്ങൾ ക്വാർട്ടർ കളിക്കുന്നത്? ഫ്രാങ്ക്ഫർട്ട് ആയിട്ടാണ് ടോട്ടനം യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനൽസ്. സോ എന്താണ് ഇനിയുള്ള ഒരു ലാസ്റ്റ് ഫൈനൽ ഈ സീസൺ തീർന്നാൽ മതിയാണോ, അതോ ആ യൂറോപ്പ ലീഗിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ ബ്രോ? ഇത് പ്രശ്നം എന്ന് പറയുന്നത് പുള്ളി ഇപ്പോഴും മൈ വേ ഓർ ഹൈവേ എന്നുള്ള സിറ്റുവേഷനിലാണ് കളിക്കുന്നത്. ഇത്രയ്ക്കും കാര്യങ്ങൾ കണ്ടിട്ട് പോലും പുള്ളി ഒരു ചേഞ്ചിനും തയ്യാറില്ല. ഇപ്പോ ഫാൻസ് ഫ്രസ്ട്രേറ്റ് ആവുന്നത് ഇപ്പോ ടോപ്പ് 6-നെതിരെ തോക്കുമ്പോ നമുക്ക് പറയാം, ഓപ്പോസിഷൻ വാസ് ഫാന്റാസ്റ്റിക്, അവര് ബ്രില്യന്റ് ആയിട്ട് കളിച്ചു. ഇപ്സ്വിച്ചിനെതിരെ തോക്കുമ്പോ നമ്മൾ എന്താണ് പറയുന്നത്? അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ ഇല്ല, റൈറ്റ്? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും റെലിഗേഷൻ ഫൈറ്റിലുള്ള ഒരു ടീമിനെതിരെ പോയിട്ട് നിങ്ങൾ ഇതുപോലുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ട് പറയാണ് നമുക്ക് ഇഞ്ചുറിയാണ് അതുകൊണ്ടാണ് തോറ്റത്, എന്നാൽ പോയി പണി നോക്കാൻ പറയില്ലേ? അപ്പൊ അതാണ് സംഭവിക്കുന്നത്. ഇപ്പോ നമ്മള് തോക്കുന്നത് ലെസ്റ്ററിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു, ഇപ്സ്വിച്ചിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഈ റെലിഗേഷൻ ഫൈറ്റിലുള്ള ടീമിനെതിരെ പോലും ഒരു നല്ല ഫൈറ്റ് പുൾ ഓഫ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല.
അപ്പൊ ആൾക്കാർ പറയും 12 പേര് ഔട്ടാണ്, 12 പേര് ഔട്ടാണ്, അത് സത്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, റൈറ്റ്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് മാത്രം ഇങ്ങനെ പറയാം. പുള്ളിയുടെ സൈഡിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? പുള്ളി ഗെയിം ചേഞ്ച് ചെയ്തോ, അല്ലെങ്കിൽ പുള്ളി കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട്, ടാക്ടിക്കൽ ചേഞ്ച് വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ട് കളിപ്പിക്കുന്നുണ്ട്? ഇതൊന്നും പുള്ളി ചെയ്യുന്നില്ല. പുള്ളി പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ മാത്രമേ കളിക്കൂ, എന്റെ ടീമിൽ ആൾക്കാരില്ല, ഞാൻ പിള്ളേരെ വെച്ച് കളിപ്പിക്കും, ചിലപ്പോൾ തോക്കും ചിലപ്പോൾ ജയിക്കും. ഇത് 15 മത്സരം ഒരു സീസണിൽ തോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1990 ശേഷം കുറച്ചു കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. പുള്ളിനെ അതെ, സാധാരണ നമ്മൾക്ക് ഞാൻ പറയുന്നത് ടോപ്പ് 6-നെതിരെ നിങ്ങൾ വിടൂ, നമുക്ക് മുട്ടി നിൽക്കാൻ ആൾക്കാരില്ല. അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അനാലിസിസ് വേണമെങ്കിൽ നടത്താം. പക്ഷെ ബോട്ടം 10 ടീമിനെതിരെ നല്ലൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല. അത് വലിയൊരു കൺസേൺ ആണ്. ഇവിടെ ഫാൻസ് ഫ്രസ്ട്രേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പുള്ളി പ്രസ് കോൺഫറൻസിൽ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളി ഈ ഗെയിം മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 2-0 മുമ്പിൽ നിൽക്കുമ്പോൾ ഓപ്പൺ കളിക്കുക, അവസാനത്തെ 10 മിനിറ്റിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് പോയി അറ്റാക്ക് ചെയ്യുക, ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ പോസ്റ്റക്കോഗ്നിയുടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നല്ല, നമ്മളെല്ലാവരും കാണുന്നുണ്ട്. മാനേജർ എന്ന രീതിയിൽ പുള്ളിക്ക് 10 മിനിറ്റ് ഗെയിം മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റും. വേറെ ഒന്നും ചെയ്യണ്ട, കുറച്ച് എന്താ പറയുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് അത് കളിക്കുക, ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് നേടാൻ നോക്കുക. അത് വരുന്നില്ല. ഇപ്പൊ പുള്ളിയിൽ എന്തുകൊണ്ടാണ് ഡാനിയൽ ലീവി സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം, അതിന്റെ പിന്നിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വശമുണ്ടോ നമുക്കറിയില്ല. കാരണം ഇതിലും മോശപ്പെട്ട സിറ്റുവേഷന് നമ്മൾ മൊറീഞ്ഞിനെ സാക്ക് ചെയ്തു, കോണ്ടെനെ സാക്ക് ചെയ്തു, ന്യൂനനെ സാക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ പുള്ളിക്ക് വീണ്ടും ടൈം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നുകിൽ പുള്ളി യൂറോപ്യൻ ലീഗ് ജയിക്കുന്ന വിചാരിച്ച് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പുള്ളി വിചാരിക്കുന്നുണ്ട് ഈ സീസൺ എൻഡ് വരെ എങ്ങനെയെങ്കിലും പോട്ടെ, സമ്മറിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരാം. ഇതായിരിക്കും ഡാനിയൽ ലീവി വിചാരിക്കുന്നത്. പുള്ളിക്കെതിരെ എല്ലാം തന്നെ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇനിയിപ്പോ വീണ്ടും കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് തോമസ് ഫ്രാങ്കിന്റെയും ഇറാലിയും ഒക്കെ പേര് കേൾക്കുന്നുണ്ട്. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. എന്ത് പറഞ്ഞാലും ചക്ക കുഴയുന്ന പോലെ കാര്യങ്ങൾ കുഴഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സീസൺ മാത്രമേ രക്ഷയുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് സീസണിൽ ഈ പറഞ്ഞ പോലെ ഒരു മാനേജർ മാറ്റം വരുന്നത്, അതൊരു ബൗൺസ് എന്തായാലും പ്രതീക്ഷിക്കാം ഇൻ കേസ് ഒരു മാനേജർ മാറ്റം വന്നാൽ. ബട്ട് ഇഫ് യു ഗൈസ് വിൻ ദ യൂറോപ്പ ലീഗ്, എനിക്ക് തോന്നുന്നില്ല അഞ്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അറ്റ് ദ മൊമെന്റ് ആ ട്രോഫി ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ടോട്ടനം ആൻഡ് യുണൈറ്റഡ് ആണെന്നാണ് എനിക്ക്. വേറെ ലീഗില് വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. വേറെ അവിടെ അത്ലറ്റിക് ക്ലബ് ഉണ്ട്, അവര് കുഴപ്പമില്ലാത്ത ഫ്രാങ്ക്ഫർട്ട് കുഴപ്പമില്ലാത്ത ഫോമിലാണ്. അത്ലറ്റിക് ക്ലബ് ഉണ്ട്, ഇങ്ങനെ ലാസ്റ്റ് 2-3 ടീമുകളുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം ഇനി എസ്കേ ബ്രോ, എനി കമന്റ്സ്? ടോട്ടനമിനെ കുറിച്ച്, ടോട്ടനമിന്റെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ. അതാണ് കുഴപ്പം. എതിരാളികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. അപ്പൊ അതിനേക്കാളും പലതായ അവസ്ഥയാണ് ചെൽസി. അതേപോലെ തന്നെയാണ് ചെൽസിയും സഞ്ചരിക്കുന്നത്. പക്ഷെ അഗൈൻ ടോട്ടനമിന്റെ ഇഷ്യൂ ആൻഡ് പോസ്റ്റക്കോഗ്ലു നന്നാവില്ല, എന്നെ തല്ലിക്കൊന്നാലും ഞാൻ നന്നാവില്ല അമ്മാവ എന്നും പറഞ്ഞ് നടക്കുന്നൊരു സിറ്റുവേഷനിലാണ്. ആൻഡ് ഡാനിയൽ ലേവി ഇനി ആരെ സാക്ക് ചെയ്യും, എത്ര തവണ സാക്ക് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ വെരി ട്രിക്കി സിനാരിയോ. പക്ഷെ ഈ പറയുന്നല്ലോ യൂറോപ്പ ലീഗും കൂടെ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സേ ടാറ്റ ഗുഡ് ബൈ, ബ്രിങ് ഇൻ എ ന്യൂ കോച്ച്. റൈറ്റ്. നമുക്ക് ഇപ്പൊ സ്പേഴ്സിന്റെ കാര്യം ഇങ്ങനെയാണ് നമുക്കറിയാം. ചെൽസിയിലോട്ടും കൂടെ പോവാം. അപ്പം ചെൽസിയിൽ പറയുകയാണെങ്കിൽ കോൺഫറൻസ് ലീഗിലെ നിങ്ങളും ക്വാർട്ടർ ഫൈനൽ. അപ്പം ഡെഫിനറ്റ്ലി ദർ ഇസ് നോ, അതിനകത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിന്നർ ചെൽസി തന്നെയാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് യു വോണ്ട് വിൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. എന്താണ് ബ്രോ ചെൽസി ഡി സീസൺ ഇനിയിപ്പം കോൺഫറൻസ് ലീഗ് മാത്രമേ ഉള്ളൂ, ടോപ്പ് 4 ഓൾസോ യു ഹാവ് എ ചാൻസ്, ലിറ്റിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദി ടോപ്പ് 4. അപ്പൊ ഇതിൽ ഓൾറെഡി ഇൻ ടോപ്പ് 4. ന്യൂ കാസലിന് ഒരു ഗെയിം കുറവായിട്ടാണ് ഉള്ളത്. സോ വിച്ച് ഇസ് എ ഗുഡ്, വിച്ച് ഇസ് ഓൾ റൈറ്റ്. പിന്നെ യുഎഫ കോഎഫിഷ്യന്റ് റാങ്കിങ്ങിൽ മിക്കവാറും ടോപ്പ് 5 ആയിരിക്കണം. പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ പോസിബിലിറ്റി ഉണ്ട്, ഒരു 90-95% പോസിബിലിറ്റി ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ന്യൂ കാസൽ, ഇനി ഇടയ്ക്കൊരു നോട്ടിംഗം ഫോറസ്റ്റ് എങ്ങാനും സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. കാരണം ഈ അവസാനത്തേക്ക് 9 മത്സരമൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെ ടീമിന്റെ ഓവറോൾ എക്സ്പീരിയൻസും ടീമിന്റെ ഓവറോൾ എക്സ്പെക്ടേഷനും ഒക്കെ വരുന്നത്. ആൻഡ് നോട്ടിംഗം ഫോറസ്റ്റ് ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ടില്ല ആസ് എ ടീം, ആ ഹോൾ ഫാൻ ബേസും. അപ്പോ ദാറ്റ് പ്രഷർ മൈറ്റ് ഈവൻ ക്യാച്ച് ഓൺ ടു യു. 2-3 മത്സരം അടുപ്പിച്ച് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പ്രഷർ മൈറ്റ് ക്യാച്ച് ഓൺ ടു യു. ഇവിടെ ചെൽസി
പ്ലേയേഴ്സോ കോച്ച് ആയതുകൊണ്ടല്ല, പക്ഷെ ചെൽസി ഫുട്ബോൾ ക്ലബ് ഹാസ് എ ഹിസ്റ്ററി. അപ്പൊ പ്ലേയേഴ്സ് കളിക്കുമ്പോൾ ദേ വോണ്ട് ടു പ്ലേ ഫോർ ദാറ്റ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഫോർ ദാറ്റ് ഈ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ്. ആൻഡ് ഇറ്റ്സ് സോ ക്ലോസ്. 9 മത്സരങ്ങളും കൂടെ ഇതിന് ബാക്കിയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ചാമ്പ്യൻസ് ലീഗ് തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് കോൺഫറൻസ് ലീഗ് യെസ്, എന്താ പറയണേ, എതിരാളികൾക്ക് ശക്തമല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഹാപ്പി. അതാണ് ഒരു സന്തോഷമായിട്ടിരിക്കുന്നത്. സോ ഇഫ് ദാറ്റ് വിൻസ് ടോപ്പ് 4 ടോപ്പ് 5 ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ, ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി സോളിഡ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി അതെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ആണ് സത്യം പറഞ്ഞത്. ഈവൻ ദോ അവരെ നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഈവൻ ന്യൂ കാസിൽ പോലും, ഈവൻ ദോ ദേ വർ ഫാന്റാസ്റ്റിക് അഗൈൻസ്റ്റ് ലിവർപൂൾ അല്ലെങ്കിൽ ടൈറ്റിൽ അടിച്ചാൽ പോലും, ദേ ആർ ഓൾസോ നോട്ട് വെരി വെരി കൺസിസ്റ്റന്റ്. ഇൻകൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ട്. സോ ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി, ന്യൂ കാസൽ 3 പേരും ഇൻകൺസിസ്റ്റന്റ്ലി ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ആരായിരിക്കും അവസാനം ഈ പറയുന്ന പോലെ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. എനി ചാൻസ് ആസ്റ്റൺ വില്ലയ്ക്ക് തിരിച്ചു കയറി വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ടോ? കാരണം വേറെ അവരുടെ വിന്റർ ട്രാൻസ്ഫർ വിന്റർ കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് ആസ്റ്റൺ വില്ല വിൽ ഫിനിഷ് സംവെയർ ഇൻ ദ ടോപ്പ് 5 ടോപ്പ് 4. ബട്ട് അവര് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ? ആസ്റ്റൺ വില്ല ഇപ്പൊ എത്ര 45 പോയിന്റ്, ഫുൾഹാമും 45 പോയിന്റ്. ഓക്കെ, പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ലയും ബോൺമത്തും വരെ നമുക്ക് പോസിബിലിറ്റി ആണ്. കാരണം അവരും 44 പോയിന്റ് ഉണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ അവിടെ അതല്ല, ബാക്കിയുള്ള ടീമുകളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം. ലിവർപൂൾ, ആർസണൽ, നോട്ടിംഗം ഫോറസ്റ്റ്, ചെൽസി, സിറ്റി ഇവരെല്ലാവരും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരു നേരിടൽ ഉണ്ടാവുമല്ലോ. അതിൽ ആരെങ്കിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതനുസരിച്ച് ആ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതിൽ എന്നാണ് കളി ഇപ്പൊ കിടങ്ങി. ഇപ്പൊ ആർസണൽ വേഴ്സസ് ഫുൾഹാം നടക്കുന്നു. അപ്പൊ അതിൽ ആർസണൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾഹാം വീണ്ടും കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് പോവാണ്. പിന്നെ നോട്ടിംഗം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തലയ്ക്ക് വല്ല ബാധ പിടിച്ച് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നോട്ടിംഗം ഫോറസ്റ്റിന് ഒരു ബാധയാവും, ഒരു ചാലഞ്ച് ആവും. പിന്നെ ബ്രൈറ്റൺ കളിക്കുന്നുണ്ട് ആസ്റ്റൺ വില്ലയായിട്ട്. സോ ഇറ്റ്സ് നോട്ട് ഗോണ ബി ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആവില്ല. സോ ചാൻസ് ഔട്ട്സൈഡ് ചാൻസ് ഉണ്ട്. പക്ഷെ ഐ വുഡ് സേ ചെൽസി, സിറ്റി, യുണൈറ്റഡ് ഇവര് 3 പേരും തമ്മിലായിരിക്കും അലോങ് വിത്ത് നോട്ടിംഗം ഫോറസ്റ്റ് ടോപ്പ് 5 സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള അടി. വില്ലക്ക് പിന്നെ ചാമ്പ്യൻസ് ലീഗും ഉണ്ട്. അവരെന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ മാക്സിമം കളിക്കാൻ വേണ്ടി ശ്രമിക്കും. സലീം ബ്രോ, എന്താണ് ചെൽസിയുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ലൈക്ക് ഈവൻ ദോ ഈ പറഞ്ഞ പോലെ കുറച്ച് മോശം റിസൾട്ട് ആണെങ്കിലും ദേ ആർ കൈൻഡ് ഓഫ് ഇൻ ഓക്കെ ഫേസ്. കാരണം അവർക്ക് ഒരു 90% ആ ഒരു കോൺഫറൻസ് ലീഗ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ദേ ക്യാൻ, ഇഫ് ദേ അവർ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ടോപ്പ് 5 സ്പോട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബിറ്റ് ഗുഡ് ഫോർ മീ. ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? ശരിയാണ്. ശരിക്കും പറഞ്ഞ മലസ്കയുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ സ്റ്റാറ്റ് വെച്ച് നോക്കണ്ട. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് സീസൺ ആണ്. ഫസ്റ്റ് സീസണിൽ ടോപ്പ് 4 പ്ലസ് കോൺഫറൻസ് ലീഗ് ട്രോഫി എന്ന് പറയുന്നത് ഐ തിങ്ക് റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട്, റൈറ്റ്? ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കിട്ടി, തിരിച്ച് ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നു. പിന്നെ ഒരു ട്രോഫി, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ട്രോഫി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട്. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് വേഴ്സസ് യങ് പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഡിബേറ്റ് വരുന്നുണ്ട്. നമ്മൾ കുറെ കാലമായിട്ട് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണെങ്കിലും ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ കൊണ്ടുവരാൻ ചെൽസി പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും പല ആൾക്കാരായിട്ട് ലിങ്കൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആ ഒരു പ്രോസ്പെക്ട് കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നെക്സ്റ്റ് സീസൺ ആകുമ്പോഴത്തേക്ക് വരാൻ സാധിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ചെൽസി സൈഡിൽ നമ്മൾ കാണുന്നത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പല ചാൻസുകളും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ പ്രശ്നങ്ങൾ. പിന്നെ ജാക്സനെ വെച്ചിട്ട് ഈ സീസൺ അവർ മാനേജ് ചെയ്തു, എൻകുങ്കുവിനെ കൊണ്ടുവന്നു. പക്ഷെ അവരൊന്നും നമ്മൾ വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയില്ല. എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, അതായത് ഒരു ഫോഴ്സ് നമ്പർ 9 അല്ല, ഒരു യങ്സ്റ്റർ അല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെൽസി ഒരു ട്രാൻസ്ഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സാഞ്ചസിന്റെ സൈഡിലുള്ള പ്രശ്നങ്ങളും ഡിഫൻസിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ ടീമിലും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ഓവർ ദ ടൈം ചെൽസിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഗോൾ അടിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ചെൽസിയുടെ അടുത്ത സീസണിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. ഇപ്പൊ ഒരു ഓഷിമൻ അല്ലെങ്കിൽ വിക്ടർ ഗേക്കോറസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ലിങ്ക്സ് ഒക്കെ ചെൽസിയുടെ കേൾക്കാറുണ്ട്. സ്ട്രോങ് അല്ലാന്ന് തോന്നുന്നു, ബട്ട് സ്റ്റിൽ ലിങ്ക്സ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ വൺ ഓഫ് ദം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ നമ്പർ 9 വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെൽസി വിൽ ബി ഇൻ ദ ടോപ്പ് 3 അല്ലെങ്കിൽ യു നെവർ നോ. പക്ഷെ കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു ഇതുപോലൊരു ടീമില് നമ്മുടെ
വാർ റൂമിന്റെ സ്ട്രീമിൽ പറഞ്ഞ പോലെ ഫവാസ് പറയുണ്ടായി, മൊത്തത്തിൽ ചെൽസി ഫാൻ ബേസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 years 18 months എങ്കിലും കൊടുക്കാണ്ട് മരസ്ക എന്ന് പറഞ്ഞ മാനേജറിന് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇനിഷ്യലി ആ ഒരു 6 months മെറസ്ക ഒരു പർപ്പിൾ പാച്ച് അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള ഒരു ബൗൺസ് കാണിച്ചിരുന്നു. ബട്ട് ദെൻ ഒരു സെറ്റ് ബാക്ക് വന്നു. ആൻഡ് അഗൈൻ കുറച്ച് ടൈം കൊടുത്ത് മേ ബി ഒരു സ്ട്രൈക്കറിനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി പ്ലേയേഴ്സിനെ വെച്ച് ബിൽഡ് ചെയ്യാൻ, എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഐ തിങ്ക് ചെൽസി വിൽ ബി competing എന്ന് പറയുന്നില്ല, ബട്ട് there will be a high chance that they will be competing next season. Okay. അതാണ് എനിക്ക് ചെൽസിയെ കുറിച്ചും പറയാനുള്ളത്. ആൻഡ് കമ്മിങ് ടു ദി റെഡ് സൈഡ് ഓഫ് നോർത്ത് ലണ്ടൻ, ആർസണലിനെ കുറിച്ച് എന്താ പറയാ, 29 മാച്ച് കഴിഞ്ഞു, 58 പോയിന്റ്. ഒരു കോമഡി സ്റ്റാറ്റ്സ് ഉണ്ട്. അതായത് കറന്റ്ലി ഞങ്ങളും ലിവർപൂളും തമ്മിലുള്ള സെയിം ഗ്യാപ്പാണ്. ആർസണലും വേറെ ആരായിരുന്നു 42 കിടക്കുന്ന പോയിന്റ് ഉള്ള ആരുമായിട്ട്, അതായത് 10th കിടക്കുന്ന ബോൺമത്ത് ആയിട്ടുള്ള കണ്ടുള്ള സെയിം ഗ്യാപ്പ് എന്തോ ആണ് ലിവർപൂളുമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് എത്രത്തോളം ലിവർപൂൾ ഈ സീസൺ കൺസിസ്റ്റന്റ് ആയിരുന്നു, നമുക്ക് എത്രത്തോളം കൺസിസ്റ്റന്റ് ആവാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഈ സീസണിലൊരു വലിയ ഡിഫീറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കപ്പ് കോമ്പറ്റീഷൻസിലാണെങ്കിലും ഇപ്പൊ അറ്റ് ദ മൂമെന്റ് യുഎഫ ചാമ്പ്യൻസ് ലീഗില് ഉണ്ട് എന്നുള്ളൊരു അത് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു. ഓക്കെ, പ്ലേയിങ് എ ബിഗ് ഗെയിം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതാണ് ഈ സത്യം പറഞ്ഞ ഈ സീസണിൽ എന്നെ സംബന്ധിച്ചൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ളൂ. അപ്പം ക്വാർട്ടർ ഫൈനൽസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഇതാണ്, സാന്റിയാഗോ ബെർണബൗ. അതൊക്കെയാണ് ഇപ്പൊ ഈ സീസൺ എക്സ്പെക്ടേഷൻ. അറിയില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. പ്രീമിയർ ലീഗ് കംപ്ലീറ്റ്ലി വിട്ടു. സോ നിങ്ങൾ എന്താണ് സലീസ് ബ്രോ, റയലിനെതിരെയാണ് മത്സരം. അപ്പോ സത്യം പറയാൻ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അല്ല, ഇപ്പൊ ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇൻ ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ്. അവിടുത്തെ ഫ്രണ്ട് ത്രീ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ബ്രസീലിനെതിരെയുള്ള കളി കണ്ടായിരുന്നു. ബ്രസീലിനെതിരെയുള്ള കളി ഇതന്നെ. അവിടെ റോഡ്രിഗോ ഒരു സൈഡില്, റഫീറ്റ വേറൊരു സൈഡില്, സെന്ററില് വിനീഷ്യസ് ജൂനിയർ, 3 പേരും കൂടി അലക്കി വെളുപ്പിക്കുകയാണ്. അതാണ് സംഭവം. ആ ഫോമിലാണ് ഇപ്പോ റയൽ മുമ്പോട്ട് പോകുന്നത്. പിന്നെ അൻസലോട്ടി വേഴ്സസ് ആർട്ടറ്റ എന്നുള്ള ഇത് വരുമ്പോ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ റയൽ എങ്ങനെയൊക്കെ റിസൾട്ട് കൊണ്ടുവരും, അത് അവരുടെ ഒരു DNA ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ആർട്ടറ്റയ്ക്ക് ഒരു ചാൻസ് ഒരു കൗണ്ടർ അറ്റാക്കിനോ വേറെ രീതിയിലുള്ള ടീമിനെ ഹോൾഡ് ചെയ്യുക. ഒരു 1-0 വിക്ടറി അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് എഡ്ജ് ആയിട്ടുള്ള ഒരു വിക്ടറി ഒക്കെ നേടി പ്രഷർ ഓൺ റയൽ, അങ്ങനെ റയലിനെതിരെ നല്ല റിസൾട്ട് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുൽ ബി ബാക്ക് എന്നാ പറയുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ആ റയലിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ സെമിയിൽ എത്തി എന്നുള്ള ഒരു രീതിയിൽ പോകും. ഇറ്റ് വോണ്ട് ബി ഈസി. ഫസ്റ്റ് ലെഗിൽ ഇപ്പൊ ഈവൻ ദോ നമ്മൾ ഒരു സർക്കംസ്റ്റാൻസ് നമ്മൾ 2-0 ജയിച്ചു എന്ന് വിചാരിച്ചോ, അപ്പോഴും ഞാൻ വിശ്വസിക്കില്ല നമ്മൾ കയറി പോകുന്നു. സോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് മെന്റാലിറ്റി റയൽ ഹാസ്. എന്റെ എക്സ്പെക്ടേഷൻ ഒരു ഡ്രോ പിടിച്ച് പോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ജയിച്ചിട്ട് റയലിന്റെ അവിടെ പോകുന്ന ഒരു വേറൊരു ബീസിനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ജയിച്ചു എന്ന് വിചാരിച്ചു ഫസ്റ്റ് ലെഗ്, ആൻഡ് സെക്കൻഡ് ലെഗ് നമ്മൾ അവിടെ പോയി അവരെ പിടിക്കാനാണ് നോക്കുന്നെങ്കിൽ ഇറ്റ്സ് ഇംപോസിബിൾ. ദേ വിൽ ടിയർ യു അപ്പാർട്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടൊക്കെ അവർ കളിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് റയലിന്റെ ഒരു കളി. കണ്ടിന്യൂ. അതെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ആർസണലിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ അടിക്കാൻ ആളില്ലാത്ത ഒരു പ്രശ്നമാണ്. കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ സ്ട്രൈക്കറും ഔട്ടാണ്. സാക്ക കളിക്കും എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. ഇപ്പൊ മാർട്ടിനെല്ലി ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സ് ആയാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഫോമിലേക്ക് വരുന്നില്ല. അപ്പോ നിങ്ങൾക്കാണെങ്കിൽ ഗോൾ അടിക്കാൻ പ്രശ്നം, എന്നാൽ എംബാപ്പെ അടക്കമുള്ള പ്ലേയേഴ്സ് റയലിനുണ്ട്. അവർക്ക് ഗോൾ അടിക്കാൻ ഒരു പ്രശ്നമില്ല. അവരെന്തായാലും അറ്റാക്ക് ചെയ്ത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര ക്ലിനിക്കലാണ്. പിന്നെ പല പ്ലേയേഴ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മത്സരമായിരിക്കും ഇത്. കാരണം ഇതുപോലുള്ള ഓപ്പോസിഷൻ എനിക്ക് തോന്നുന്നു കുറെ വർഷത്തിന് ശേഷമാണ് ആർസണൽ റയലുമായിട്ടുള്ള ഒരു കളി വരുന്നത്. അപ്പോ അത് ശരിക്കും റയലായിട്ട് നമ്മള് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഇതുവരെ ഞാൻ റയലുമായിട്ട് ഞാൻ ആർസണലിൽ കളിക്കുന്നുണ്ടല്ലോ. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ടാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ആർട്ടറ്റയുടെ ടാക്ടിക്സിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ രീതിയിൽ ഉള്ള ഒരു മത്സരമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു 1-on-1 അറ്റാക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം കുറച്ചുകൂടി
സിറ്റ് ബാക്ക് റിലാക്സ് കൗണ്ടർ എന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് ഗ്രൈൻഡ് ചെയ്ത് വൺ പോയിട്ട് ഒരു പിന്നെ ജയിക്കുക എന്നുള്ള രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് വി നെവർ നോ. ഹോപ്പ്ഫുള്ളി ഐ ഡോണ്ട് നോ, ബട്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ആദർശമായിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആഗ്രഹിക്കാം, അല്ലാതെ ഇതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്, എല്ലാവർക്കും അറിയാം. എസ് കെ ബ്രോ, കമ്മിങ് ടു യു, എന്താണ് പറയാനുള്ളത് ഈ ഒരു? ഐ മീൻ തോമസ് ടുഖൽ പറഞ്ഞിട്ടുണ്ട്, യു ആർ നോട്ട് പ്ലേയിങ് അഗൈൻസ്റ്റ് ദ ബ്രാൻഡ്. മനസ്സിലായി? ആർസണൽ ഇസ് നോട്ട് പ്ലേയിങ് അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് ദ ബ്രാൻഡ്. ആർസണൽ ടീം ഇസ് പ്ലേയിങ് അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് ടീം. ആൻഡ് ടീം വൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർസണൽ ഹസ് ഗോട്ട് എ വെരി സോളിഡ് ഡിഫൻസീവ് ലൈനപ്പ്. നല്ല സോളിഡ് ഡിഫൻസീവ് ലൈനപ്പ് ഉണ്ട്. മിഡ്ഫീൽഡും കൊള്ളാം. തോമസ് പാർട്ടി, ഡെക്ലൻ റൈസ് മിഡ്ഫീൽഡ് നല്ല ബാലൻസ് വരുന്ന ഒരു മിഡ്ഫീൽഡ് ആണ്. ഓഡെഗാർഡ് നല്ലോണം പട്ടിയെടുത്ത് പണിയെടുക്കും. ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്കും ഫിനിഷിങ്ങിന്റെ കാര്യങ്ങളാണ് ഇത്. സോ ഇഫ് യു ക്യാൻ റെസ്ട്രിക്ട് റിയൽ മാഡ്രിഡ് ഫ്രം ടേക്കിംഗ് ഷോട്ട്സ്, പ്രത്യേകിച്ച് എംബാപ്പെ ആൻഡ് വിനീഷ്യസ് ജൂനിയറിനെയും ഷോട്ട് എടുക്കുന്നതിൽ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് ടാക്ടിക്കൽ ബാറ്റിൽ. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ റയൽ മാഡ്രിഡ് അങ്ങനെ ആർസണലിനെ അങ്ങോട്ട് അടിച്ച് അമർത്തി മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി എ ഗുഡ് ടാക്ടിക്കൽ ബാറ്റിൽ. എന്റെ ഒരു പ്രൊഡിക്ഷൻ ശരിക്കും പറഞ്ഞാൽ ആർസണൽ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളതായിരിക്കും. ദാറ്റ് കുഡ് ബി ദ സർപ്രൈസ് ഫോർ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളതാണ് എന്റെ ഒരു കാരണം. ഐ തിങ്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വി ആർ ഓവർ എസ്റ്റിമേറ്റിംഗ് റയൽ മാഡ്രിഡ് ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് ആർസണൽ ബേസ്ഡ് ഓൺ ഹിസ്റ്ററി. നമ്മൾ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. സോ വി ആർ ലുക്കിംഗ് ഹിസ്റ്റോറിക്കൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ഹിസ്റ്റോറിക്കൽ ആർസണൽ. ആൻഡ് ആർസണൽ കുറെ റയൽ മാഡ്രിഡിനെ അധികം ഒന്നും ഫേസ് ചെയ്തില്ല. പക്ഷേ ലെറ്റ്സ് ലുക്ക് അറ്റ് ചെൽസി. ഇപ്പൊ ഉദാഹരണത്തിന് തോമസ് ടൂക്കൽ കൊണ്ടുവന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വെൻ ചെൽസി ഫേസസ് റയൽ മാഡ്രിഡ്, ലെറ്റ്സ് സേ വി ആർ എക്സ്പെക്ടിങ് എ ഗുഡ് കോമ്പറ്റീഷൻ. പക്ഷെ കുറച്ച് വർഷങ്ങൾ മുമ്പ് അതായിരുന്നില്ല. അയ്യോ റയൽ മാഡ്രിഡ് എന്നായിരുന്നു. തോമസ് ടൂക്കൽ വന്നിട്ട് അത് മാറ്റിയെടുത്തു. വി ആർ ഫേസിംഗ് എ ഗുഡ് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലാക്കി എടുത്തു. സോ വി ആർ ഗിവിംഗ് ദ ക്ലബ് ദാറ്റ് റെസ്പെക്ട്. പക്ഷെ വി ആർ ഓൾസോ ടെലിംഗ് ourselves ഹോൾഡ് ഓൺ, നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എടുത്ത് മാറ്റി. സോ ദാറ്റ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണം. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ആർ യു പ്ലേയിങ് എ ഹിസ്റ്റോറിക്കൽ റയൽ മാഡ്രിഡ് ഓർ ആർ യു പ്ലേയിങ് ദ കറന്റ് റയൽ മാഡ്രിഡ് വേഴ്സസ് കറന്റ് ആർസണൽ ടീം? ആൻഡ് ആ കറന്റ് ആർസണൽ ടീം ഇസ് ഡെഫിനറ്റ്ലി ആ ഡിഫൻസീവ് സോളിഡാരിറ്റി നല്ലോണം ഉള്ളൊരു സോളിഡാരിറ്റി ഉള്ളൊരു ടീം ആയതുകൊണ്ട് തന്നെ, പിന്നെ സെറ്റ് പീസിലും വളരെ ശക്തമായിരിക്കുന്ന ഡിഫെൻഡ് ചെയ്യാനും ഏരിയയിൽ നല്ല സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങാനും റയൽ മാഡ്രിഡ് അങ്ങനെ ഓപ്പൺലി ഒരു ഏരിയൽ ഗോൾസ് ഒന്നും അടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എളുപ്പമായിരിക്കില്ല റയൽ മാഡ്രിഡ്, നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമാവില്ല. ബട്ട് ക്വസ്റ്റ്യൻ ഈ പറയുന്ന പോലെ പ്ലേയേഴ്സ് സാന്റിയാഗോ പറഞ്ഞ പോലെ പോകുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഓവർവെൽം. ഡേവിഡ് ബെക്കം ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഞങ്ങള് മറ്റേ ടണലിന് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് വാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന, അത് വരുമ്പോ തന്നെ തോറ്റു. എം എസ് ധോണിയുടെ ഒരു സിനിമയില് യുവരാജ് സിംഗിനെ അവര് തലേ ദിവസം യുവരാജ് സിംഗിനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ എം എസ് ധോണി പറഞ്ഞു, നമ്മൾ എന്നാ കളി തോറ്റെന്നറിയോ? ഇന്നലെ തോറ്റതാണ്. കാരണം എല്ലാവരും യുവരാജ് സിംഗിനെ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ അതിങ്ങനെ അന്തം വളിച്ചെന്ന് ഹി കെയിം ആൻഡ് ഹി സ്കോർഡ്. അതുപോലെ തന്നെ ഇപ്പൊ ആർസണൽ പ്ലേയേഴ്സ് നോക്കിയിട്ട് ഓ മൈ ഗോഡ് റയൽ മാഡ്രിഡ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ കളി തോറ്റു. പക്ഷെ യു ആർ ഗോയിങ് ഇൻ ദർ ആൻഡ് യു ആർ വാണ്ടിങ് ടു ചാലഞ്ച്. ഇപ്പൊ ചെൽസി, എനിക്ക് ഓർമ്മയുണ്ട് ആ മറ്റേ UCL അടിച്ച മറ്റേ റയൽ UCL അടിച്ചതിന്റെ ആ ഒരു ഇതില് വി വർ ആക്ച്വലി 1 goal അഹെഡ്. അലോൺസോന്റെ ഒരു ഹാൻഡ് ബോൾ ആയി പോയതാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു വി കുഡ് കം ബാക്ക്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആർസണലിന് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കണ്ടറിയണം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇറങ്ങണമെങ്കിൽ ആർസണൽ ഇപ്പോഴേ തോറ്റു എന്ന് പറയാം. പക്ഷെ അതല്ല, യു ആർ ഫേസിങ് ആ ഒരു മൈൻഡ് സെറ്റ് അല്ലാണ്ട് ഇഫ് യു ആർ ഫേസിങ് റയൽ ഓൺ ഇറ്റ്സ് ഓൺ ടേംസ്, then there is a possibility. Yeah, definitely. സ്ട്രക്ചറലി ഇപ്പൊ നോക്കുവാണെങ്കിൽ, ഈ സ്ട്രക്ചർ ബേസ്ഡ് ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൺ ഓഫ് ദ ടോപ്പ് ടീംസ് തന്നെയാണ് യൂറോപ്പിൽ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. ബട്ട് അഗെയിൻ ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ചില പോയിന്റില് ഇതൊന്നും അല്ല ആ ഒരു സമയത്തെ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി അല്ല. ചാമ്പ്യൻസ് ലീഗ് റയൽ മുന്നോട്ട് പോകുന്നതിന്റെ ഒരൊറ്റ കാരണം പ്ലെയർ ക്വാളിറ്റിയാണ്. ചെൽസിക്കെതിരെ എൻഗോളോ കാണ്ടിക്കെതിരെ ആ ലൂക്ക മോഡ്രിച്ച് കൊടുത്തൊരു അസിസ്റ്റ് വേറെ ഒരു മനുഷ്യനും അസിസ്റ്റ് കൊടുക്കൂല. ഓൺലി ലൂക്ക മോഡ്രിച്ചിന് ഔട്ട്സൈഡ് ദ ഫുട്ട് അസിസ്റ്റ് കൊടുത്തു, റോഡ്രിഗോ സ്കോർ ചെയ്തു. അത് ആ കളിയുടെ ഗെയിം മാറ്റി. ആൻഡ് ദാറ്റ്സ് കോൾഡ് പ്ലെയർ ക്വാളിറ്റി. അപ്പൊ ആ പ്ലെയർ ക്വാളിറ്റി റയലിന് ഉള്ളത് കൊണ്ട് ദാറ്റ്സ് എ മാസിവ് അഡ്വാൻറ്റേജ്. ഐ തിങ്ക് നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ്, ചെൽസി ചാമ്പ്യൻസ് ലീഗ് അടിച്ചത് 2020-ലാണല്ലേ നിങ്ങൾ? 2020-ഓ 2021-ഓ? ഓക്കെ. ആ സീസണിൽ നിങ്ങൾ റയലിനെ തോപ്പിച്ചിട്ടല്ലേ പ്രോഗ്രസ്? പക്ഷെ ദാറ്റ് ഈസ് എ മാസീവ് ക്രെഡിറ്റ് ടു ട്യൂഷൽ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ടീം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ദേ വെർ ദാറ്റ് ഗുഡ് ഇനഫ് ടു വിൻ ചാമ്പ്യൻസ് ലീഗ് ആണോ എന്ന് എനിക്ക് അങ്ങനെ തോന്നില്ല. വൺ പ്ലെയർ ഈസ് കാൻറ്റെ വാസ് ദ ഹോൾ എൻജിൻ ഓഫ് ദാറ്റ് ടീം ശരിക്കും പറഞ്ഞ. അപ്പം ബട്ട്
കാന്റെയും എഡ്വാർഡ് മെൻഡി ഭയങ്കര ഫോമിലായിരുന്നു ആസ് എ ഗോൾ കീപ്പർ. ഭയങ്കര ഫോമിലായിരുന്നു, തീ കത്തുന്ന രീതിയിലുള്ള ഫോമിലായിരുന്നു. ആ ഒരു സീസൺ മെൻഡി വാസ് ഗ്രേറ്റ്. ബട്ട് ദെൻ ആ നെക്സ്റ്റ് സീസൺ പിന്നെ ഡ്രോപ്പ് ആയ. അടുത്ത സീസണില് നമ്മൾ റയൽ മാഡ്രിഡിനെ എതിരെ പോയി കളിച്ചിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ 2-3 ഗോൾ എന്തോ അടിച്ചിരുന്നു നമ്മൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് നമ്മളൊരു കൗണ്ടർ ഗോളിൽ അടിച്ചിട്ട് ശരിക്കും നമ്മൾ എവേ പോയിട്ട് ജയിച്ചതാണ്. ആ ഒരു മാച്ചാണ് എനിക്ക് തോന്നുന്നു ജിറൂഡ് ഒരു കീടിലെ ഹെഡർ, ജെറൂഡോ ബെൻസിമയുടെ ഒരു കീടിലെ ഹെഡർ ഉണ്ടായിരുന്നു ആ ഏതൊരു മാച്ചില്. ബെൻസിമയുടെ ആയിരുന്നു ഒരു ഹെഡർ ഉണ്ടായിരുന്നു. അതാണ് പ്ലെയർ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ചാമ്പ്യൻസ് ലീഗിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. സോ അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് അഗൈൻ ഞാൻ അങ്ങനെ ഭയങ്കര മൈ എക്സൈറ്റ്മെന്റ് ഈസ് ഇറ്റ്സ് എ ബിഗ് ഗെയിം. ആർസണൽ റയൽ മാഡ്രിഡ് ഫസ്റ്റ് ടൈം നമ്മൾ കാണാൻ പോകുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതാണ് എന്റെ മേജർ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. ആൻഡ് വിൽ സി ഹൗ ഇറ്റ് ഗോസ് ആൻഡ് ഹൗ ഇറ്റ് എൻഡ്സ്. എനിവേ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ഇപ്പൊ ഇന്ത്യ ടൈമായി. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഈ ഇത്ര ടൈം സ്പെൻഡ് ചെയ്തതിന്. എസ്പെഷ്യലി സൺഡേ ആണെന്നറിയാം. നിങ്ങൾ അപ്പം ഇനിയിപ്പം കുറച്ച് ടൈം ഫ്രീ ആയിട്ട് ഫാമിലിയോടൊക്കെ സ്പെൻഡ് ചെയ്യൂ. ഇനി നമുക്ക് വീണ്ടും ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങാണ്. അതെ അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് എസ്കേ ബ്രോ. താങ്ക് യു സോ മച്ച്. Thank you guys. Take care. Bye. Yes guys, അപ്പം hopefully you guys have enjoyed this video. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.